ഹൈ, ഞാനിപ്പോൾ പണി സൈറ്റിലാട്ടോ. കണ്ടോ, ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂട്. വാട്ടർ പ്രൂഫിൻ്റെ വർക്ക് കേട്ടോ. ഇതിനു മുന്നേ ഞാൻ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, ചവിട്ടി നിൽക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ഇവിടെ വന്നിട്ട്. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോഴാണേലും ചൂട് അനുഭവപ്പെടുന്നില്ല. പിന്നെ ആശാനെൻ്റെ അടുത്തുണ്ട് കേട്ടോ, വീക്കണ്ട. ആശാൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു 15 വർഷമായിട്ട് ഇതേ പണിയായിട്ട് ഇങ്ങനെ ഇതാണ്. ആശാൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം അപ്പം ഇതിനെക്കുറിച്ച് എന്താണ്, ഇതെന്താണ്, ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ആശാനെ, ഈ വാട്ടർ പ്രൂഫിൻ്റെ ഇതൊന്ന് പറയാമോ? വാട്ടർ പ്രൂഫ് ഇപ്പം എല്ലാ വീടുകളിലും ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സിമെൻറ്റിൻ്റെ ക്വാളിറ്റി ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ചൂട് കൂടുതലും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എല്ലാ വീടുകളിലും വാട്ടർ പ്രൂഫ് നിർബന്ധമാണ്, പുതിയ വീടിന് പ്രത്യേകിച്ചും. പിന്നെ ഇത് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലാബിലുണ്ടാകുന്ന വിള്ളലുകൾ, ഇപ്പോൾ വീടിൻ്റെ അടിത്തറ ചെറുങ്ങനെ അമരും, ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇത്ര അമരും, അപ്പം ചെറുങ്ങനെയുള്ള ക്രാക്കുകൾ വരും. നമ്മൾ എത്ര വൃത്തിയായിട്ട് സ്ലാബ് വാർത്താലും പൊട്ടലുകൾ സംഭവിക്കും. അപ്പം നമ്മളിത് ഈ മെഷ് നെറ്റ് ഗ്ലാസ് നെറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തമായിട്ട് വിരിക്കും, ജോയിൻറ്റും എല്ലാം മൊത്തം വിരിച്ച് നമ്മൾ 8 ലെയർ കോട്ടിങ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പായൽ പിടിക്കില്ല, രണ്ടാമത് ചൂട് കുറയും. 25-30 ഡിഗ്രിയോളം നമുക്ക് ചൂട് കുറഞ്ഞ് കിട്ടും. പിന്നെ ഇതൊരിക്കലും പിന്നെ ലീക്ക് വരുന്നില്ല. നമ്മൾ ഇതിന് 10 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. 10 വർഷത്തിനുള്ളിൽ എന്ത് സംഭവിച്ചാൽ നമ്മൾ അതിന് ഉത്തരവാദിത്തമുണ്ട്. പിന്നെ 10 വർഷം എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് തീരുമെന്നല്ല, 25 വർഷത്തോളം നമ്മളിത് അങ്ങനെ തന്നെ കിടക്കും, ഒന്നും ആവാതെ, പായലൊന്നും പിടിക്കുകയില്ല, അങ്ങനെ തന്നെ കിടക്കും. നമ്മൾ മുനയുള്ള സാധനം എന്തെങ്കിലും ഇട്ട് വലിച്ചാൽ മാത്രമേ അത് പോകത്തുള്ളൂ. പിന്നെ ഇത് കണ്ടില്ലേ, തുള്ളി ചൂടില്ല. ആദ്യം ഇതിക്കണെങ്കിൽ ചവിട്ടുമ്പോൾ എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഇപ്പൊ ഇതുണ്ടോ ചെരിപ്പഴാണ്ടൊക്കെയാണ് നടക്കുന്നത്. അതെ, അപ്പൊ അത്ര ചൂട് കുറഞ്ഞിരിക്കുന്നു. സ്ലാബിന്റെ അടിയിൽ നമുക്ക് നല്ല ഐസ് പോലെ തോന്നും. ഇത് പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ സ്ലാബിന് ലൈഫ് ലോങ് ഗ്യാരണ്ടി കൂടുതൽ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ 40 വർഷം നിൽക്കുന്ന വീടാണ്, സപ്പോസ് ഒരു 10 വർഷം കൂടെ എക്സ്ട്രാ ഉറപ്പമായിട്ട് കിട്ടും. കാരണം ഇത് വെള്ളം കുടിക്കുന്നില്ല, ചൂടാവുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ലാബ് എപ്പോഴും വൃത്തിയിൽ തന്നെ കിടക്കുന്നു. പിന്നെ എന്ത് അഴുക്കൾ എന്ത് വന്ന് നടന്നാലും അത് അവിടെ തളുത്ത് വരാൻ പോകുന്നില്ല, അത് അവിടെ കിടന്ന് നശിക്കുന്നതല്ല അത്. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇത് നിലവിൽ നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് വീടിന് ഗ്യാരണ്ടി കൂടുതൽ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോൾ എത്ര വർഷമായ? ഇതിപ്പോൾ 15 വർഷമായ വീടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ മൊത്തം അടിയിൽ നോക്കിയാൽ അറിയാം, ഫുള്ള് ലീക്കും കാര്യങ്ങളുമാണ്. ഫുള്ള് ലീക്കായിരുന്നു. ആദ്യം നമ്മളിത് വൃത്തിയായിട്ട് കഴുകി നല്ല എവിടെയെങ്കിലും പൊട്ടലുണ്ടെങ്കിൽ ആ പൊട്ടലെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ക്രാക്ക് സീൽ വെച്ച് അടച്ച് നെറ്റ് വിരിച്ച് 8 ലെയർ കോട്ടിങ് ചെയ്തിട്ടാണ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ തന്നെ നമുക്ക് അത് അതിൻ്റെതായ കണ്ടീഷൻ വന്നോടെ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ തീരാൻ പോകുന്നു. 95 ആയി. ഇനിയിപ്പോൾ കളർ അടിക്കും. അപ്പോൾ ഇനി കളർ വേണ്ടവർക്ക് കളർ അടിച്ചു കൊടുക്കും. പക്ഷെ നമുക്ക് വൈറ്റ് ആണ് മെയിനായിട്ട് ചൂട് കുറയാൻ കാരണം. അതായത് കളർ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു 15% ചൂട് നമുക്ക് കുറഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പം വൈറ്റ് ആണെങ്കിൽ നമുക്ക് 25-30% ഉറപ്പമായിട്ടും ഇതിൻ്റെ ചൂട് കുറഞ്ഞ് കിട്ടും. അതാണ് ഇതിൻ്റെ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആശാനിപ്പോൾ ഇതിലേക്ക് വന്നിട്ട് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 14 വർഷം 15 വർഷത്തോളമായി. ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. 3 വർഷം നമ്മൾ വേറെ ഒരു ആശാൻ്റെ അടുത്ത് പഠിച്ചു. അങ്ങനെ അത് ചെയ്യും. ഇവിടെ തന്നെ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പണിക്കാരെല്ലാം ഇന്ന് ലീവ് വേണമെന്ന് പറഞ്ഞു. വെയിലല്ലേ, നല്ല ചൂട്. ആ പണിക്കാരൻ ഞാൻ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ എല്ലാം വിട്ട് ഇപ്പം നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇന്ന് നാളെ എല്ലാവരും വരും. ഇനി ഇത് കഴിഞ്ഞാൽ താഴത്തെ ആ ഭാഗം ഒന്ന് കാണിച്ചുള്ളൂ, അത് ചെയ്യേണ്ടതാണ്. ആ പോർച്ചും ആ സൺഷെയ്ഡും ചെയ്യേണ്ടതാണ്. ഇതുപോലെ ആവും അതും. ഇതില്ലേ ഇത് ഈ പോർച്ച് ഇപ്പം നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടേക്കുന്നതാണ്. ഇതും ഇതുപോലെയാവും, ഇതേ കണ്ടീഷനാവും. അപ്പം നമുക്ക് ഇതുണ്ടോ, ആ പാരപ്പറ്റെല്ലാം പൊട്ടിയേക്കുന്ന ആ പാരപ്പറ്റ പൊട്ടലെല്ലാം മാറും, പുതിയ വീട് പോലെയാവും സംഭവം. ഇതിപ്പോൾ നമുക്ക് നിലവിൽ ഇവിടം വരെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടം വരെ ചെയ്യേണ്ടതാണ്. പക്ഷെ അവർക്ക് സാമ്പത്തികം ഇത്രയും വലിയ ഏരിയ ആയതുകൊണ്ട് പൈസ ഒരുപാട് ആവുന്നത് കൊണ്ടാണ് ഇത് പകുതിയിലേക്ക് ചുരുക്കിയത്. ഫുള്ള് ചെയ്താണ് ബെറ്റർ. പിന്നെ ഇതിനകത്ത് കച്ചറയൊന്നും വീഴാനില്ല. അതുകൊണ്ടാണ് ഇത് പകുതി വെച്ച് നിർത്തിയേക്കുന്നത്. അത്യാവശ്യം വേണ്ടത് വെച്ചിട്ട് നിർത്തിയേക്കുന്നത്. അല്ല ഇത് ഫുള്ള് ചെയ്യുന്നത്. അതായത് ആശാന്റെ വീട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ. കണ്ണൂർ ജില്ലയിൽ തന്നെ പയ്യാവൂർ. അതായത് കണ്ണൂർ പയ്യാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ആശാന്റെ വീട് വരുന്നത്. ഒരു 14-15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ എന്താ പറയുക, ഈ പൊട്ടല് വിള്ളൽ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അങ്ങനെയൊന്നും വരത്തില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ അത് മാറ്റി കൊടുക്കുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ ഒരു 10 വർഷത്തോളം 10 വർഷത്തോളം വാരണ്ടി നമ്മളിതിന് കൊടുക്കുന്നുണ്ട്.
പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാലോ, പിള്ളേരുള്ള വീടാണെങ്കിൽ പിന്നെ നോക്കേ വേണ്ട. നമ്മൾ രാത്രി നേരം വിളക്കണവരെ നോക്കിക്കണം. കറണ്ടും കൂടിയും പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സിറ്റുവേഷൻ പിന്നെ പറയേ വേണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീടുകളിൽ ഈ വാട്ടർ പ്രൂഫ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ല ഉപകാരമായിരിക്കും. അപ്പോൾ എന്താ പറയുക, ആശാനെക്കുറിച്ച് അറിയാനും അല്ലെങ്കിൽ ആശാൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ.